നല്ല കൂട്ടം ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ്. ഓഡിറ്റോറിയം പ്രോഗ്രാമുകളും കുഴപ്പമില്ല. ഉത്സവ പറമ്പുകളിൽ നല്ല ജനക്കൂട്ടത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. കാര്യം നമുക്ക് ഈ ഓഡിയൻസിന്റെ റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു പേര് അവതരിപ്പിക്കുമ്പോൾ ഇത് അവതരിപ്പിച്ചത് ശരിയാണോ, നന്നായില്ലേ, എന്താ അവര് കൈയടിക്കാത്തത്, ചിരിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. അപ്പോൾ നമ്മൾ നല്ല ക്രൗഡിൽ അവതരിപ്പിക്കുമ്പോൾ അവര് കൈയടിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും അടുത്തത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. അതാണ് നേരത്തെ പറഞ്ഞത്, വടക്കോട്ടുള്ളവര് ശരിക്കും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും അല്ലെ, ഇവിടെ ഉള്ളവർ കുറച്ച് മസിൽ പിടിക്കും, കൈയടിക്കാൻ ഇത്തിരി ഒരു വിമുഖതയാണ് അല്ലെ. ഉമ്മയുണ്ടല്ലോ, മോനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും മരുമോളെ കുറിച്ച് പറയണ്ട. ഉമ്മ സെലക്ട് ചെയ്താണോ മരുമോളെ? ഉമ്മ സെലക്ട് ചെയ്താണോ? ആര് സെലക്ട് ചെയ്തു? മോൻ സെലക്ട് ചെയ്തോ? മോൻ സെലക്ട് ചെയ്തോന്ന് ഉമ്മ എടുത്ത് പറഞ്ഞോ? അപ്പം അപ്പോഴും ബാപ്പയെ പേടിച്ചില്ലേ? ബാപ്പായെ പേടിച്ചു. ബാപ്പായെ വിളിച്ചൊക്കെ മോൻ 16 വയസ്സിലെ സെലക്ട് ചെയ്തതാ. എന്റെ ദൈവം, മിമിക്രിയും ഇത് ഒരുമിച്ച് തുടങ്ങിയതാണല്ലേ. അവിടെ കൊണ്ടുവരേണ്ട ചെയ്യും കല്യാണത്തിന് മുമ്പേ. ഒളിച്ചിരുത്തി ചോറൊക്കെ കൊടുത്ത് പറഞ്ഞു വിടും. അത് ശരി, കണ്ടോ? അല്ല, ഇത് നേരത്തെ പറഞ്ഞ സത്യമാണ് കേട്ടോ. കാരണം ഉപ്പ ഭർത്താവ് വഴക്ക് പറഞ്ഞാലും ഞാൻ ഒളിച്ചിരുത്തി അവര് രണ്ടുപേരും ചോറൊക്കെ കൊടുത്ത് പറഞ്ഞു വിടും. അപ്പൊ കല്യാണത്തിന് മുമ്പ് വരുമായിരുന്നോ വീട്ടില്? എല്ലാം അറിയട്ടെ കംപ്ലീറ്റ് കൊളവാക്കി അല്ലെ. എങ്ങനെയായിരുന്നു ഈ മിമിക്രി ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഇഷ്ടമായിരുന്നു? എങ്ങനെയായിരുന്നു? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? അയ്യോ, നാണിച്ച് മുഖം തുടുത്തു. കൊല്ലത്ത് തന്നെയാണല്ലേ? ഇങ്ങനെ പറഞ്ഞ ഫേസ് ഇങ്ങനെയാണല്ലേ ഇപ്പോഴും? എങ്ങനെയായിരുന്നു മിമിക്രി കണ്ടിട്ടാണോ സ്റ്റേജില്? അടുത്ത വീട്ടിലായിരുന്നു. അടുത്തടുത്ത വീട്ടിലായിരുന്നോ നിങ്ങള്? സ്നേഹമാണെന്ന് പറഞ്ഞോ? ആര്? അല്ല, സ്നേഹമാണെന്ന് പറഞ്ഞ് അറിഞ്ഞിട്ടല്ല സ്നേഹിച്ചു, സ്നേഹിച്ചു പോയി. സ്നേഹിച്ചു. ഇക്കടെ പെങ്ങന്മാരുമായിട്ടൊക്കെ അടുപ്പമായിരുന്നു. അവരുടെ ഇക്കാന്നുള്ള ഇതില് അപ്പോഴും പിന്നെ ഇഷ്ടമായി. എന്തുഴപ്പി പറഞ്ഞതെന്ന് ആലോചിച്ചു. കാരണങ്ങളൊന്നും ഇല്ല, ഇഷ്ടപ്പെട്ടു. അല്ല, അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു, നേരെ ശരിയായിട്ട് അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. എന്റെ വീടിനടുത്ത് താമസിക്കാൻ വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഈ പെണ്ണെ തന്നെ ഞാൻ കല്യാണം കഴിക്കും. 16 വയസ്സിൽ അങ്ങനെ ഒരു തീരുമാനം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വീട്ടില്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പ്രേമിച്ചു തുടങ്ങിയാണ്? ഒന്നും ചോദിക്കണില്ല. അതെന്റെ പ്രേമാണെന്നൊന്നും അറിയത്തില്ല, വേറെ ഇഷ്ടമായിരുന്നു. പിന്നെ കുറെ വർഷങ്ങളായിട്ട് അതേ ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം. അപ്പൊ തന്നെ ഈ ഒരു മിമിക്രി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമൊന്നും പറഞ്ഞില്ല? വേറെ ജോലി നോക്കണം എന്നോ അങ്ങനെ? ഒരു ഭാര്യ ആവുമ്പോ എപ്പോഴും ആ ഒരു മിമിക്രി ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോളാം. മിമിക്രി പറയാൻ പോകുന്നത് എന്റെ അടുത്ത് പറയുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. തമാശക്ക് പറഞ്ഞു, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ് ഉമ്മാക്ക് താല്പര്യം. പിന്നെ എനിക്കിത് രണ്ടും കൂടെ കൊണ്ടുപോകണം എന്നുള്ള ഇഷ്ടം തന്നെയായിരുന്നല്ലോ അല്ലേ. ഇപ്പൊ ഒരു പിന്നെ കോമഡി ഫിലിമിന്റെ പണിപ്പുരയിലാണല്ലേ? കോമഡി ഫിലിമിന്റെ ഒരു സബ്ജക്ട് ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസർ ഡയറക്ടർ വന്ന് കേട്ടു. അപ്പൊ പിന്നെ കൊള്ളാം സിറായി, അത് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 10-30 സീൻ എഴുതിയിട്ട് പിന്നെയും ഞാനത് വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ സംഭവം കണ്ടിന്യൂ ചെയ്തോളൂ, ബാക്കി കാര്യമൊക്കെ അപ്പം ഇപ്പൊ ഒന്നും അനൗൺസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദൈവം സഹായിച്ച് നടന്നാൽ തീർച്ചയായിട്ടും ദൈവം സഹായിക്കും. ഞാൻ ചോദിച്ചത്, ഒരുപാട് പേരുടെ ശബ്ദം അനുകരിക്കുന്നു, ഒരുപാട് നടന്മാരുടെ നടിമാരുടെ ഒക്കെ ശബ്ദം അനുകരിക്കുന്നു. നടിമാരുടെ അനുകരിക്കാറുണ്ടോ? ആരുടെയാണ് കൂടുതലും? ഞാൻ പണ്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ ആറന്മുള പൊന്നമ്മ ചേച്ചിയുടെ ശബ്ദം അനുകരിക്കായിരുന്നു. നാരായണ നാരായണ നാരായണ. മോനെ പ്രഭാകര, എത്രയും പെട്ടെന്ന് നിന്റെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളും ഒക്കെ ആയി നീ സന്തോഷമായി ഇരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്, എന്റെ മോനെടുത്ത് പോയി കഴിക്കും. നാരായണ നാരായണ നാരായണ. അഭിനേതാക്കളുടെയും അഭിനേത്രികളുടെയും എല്ലാം ശബ്ദം അനുകരിക്കുന്നുണ്ട്. വളരെ അവര് തന്നെ ആണോന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യാറില്ല. അല്ല, എന്നിട്ടും അഭിനയ രംഗത്ത്, സിനിമയിൽ അഭിനയ രംഗത്ത് സജീവമായിട്ട് നിൽക്കാത്തത് ഈ മിമിക്രിയോടുള്ള അഗാധമായ ഇഷ്ടം കൊണ്ടാണോ? അതെ, ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എന്താ സിറാജിനോടൊപ്പമുള്ള പലരും സിനിമയിൽ വന്നിട്ട് എന്താ പറയുക, ഞാനൊരു തമാശക്കാണെങ്കിലും പറഞ്ഞവരോടെയാണ് കാര്യം. എല്ലാവരും അങ്ങ് സിനിമയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ മിമിക്രിയൊക്കെ പറയാൻ ആരെങ്കിലും വേണ്ടേ? അല്ല, ഞാനൊരു അവസരം കാത്തിരിക്കുന്നുണ്ട്, അത്യാവശ്യത്തിന് ചാൻസുകൾ ചോദിക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് കയറി ഇല്ല. ഞാൻ പിന്നെ ഉമ്മക്കായായിട്ടൊരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രിപ്പ് പോയായിരുന്നു, KPM. അപ്പം ഉമ്മക്ക എന്നെ കാണുമ്പോൾ പറയും, നീ ഒരു തണുപ്പനാണ്, ഇടിച്ചു കയറണം. കൂട്ടുകാരൻ നസീറൊക്കെ ആർട്ടിസ്റ്റായി കണ്ടില്ലേ,
പറയാം. അതുപോലൊരു പലരും എന്നെ കാണുമ്പോൾ പറയുന്നുണ്ട് സിറാജ് ഒന്നും ശ്രമിക്കുന്നില്ല എന്ന് പറയാം. ആവശ്യത്തിന് ശ്രമിക്കുന്നുണ്ട്, പ്രയത്നം ആവശ്യമാണ്, എനിക്കറിയാം. പിന്നെ എല്ലാത്തിനും ഒരു സമയം എന്നുള്ള കാര്യമുണ്ട്. ആ സമയമാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമഡി ഫിലിമിന്റെ പണിപ്പുരയിലാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾ അത് അംഗീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ സമയം തെളിയാനുള്ള സമയമായി എന്ന് വിചാരിക്കുക. 2010 ശേഷം നല്ല ഒരു സമയം തെളിഞ്ഞു വരട്ടെ. കാരണം വളരെ കഴിവുള്ളൊരു കലാകാരനാണ്. അത് പലർക്കും എന്താ പറയണ്ടേ, പകരം വയ്ക്കാനില്ലാത്തൊരു കലാകാരനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു എന്താ പറയണ്ടേ, ശോഭിക്കുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ സിനിമയായാലും മിമിക്രി ആയാലും എല്ലാം ഇനിയും ലഭിക്കട്ടെ. അതിനുള്ള വേദികൾ ഒരുപാട് കിട്ടട്ടെ. ജനങ്ങൾ അറിഞ്ഞ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ കൊല്ലം നിവാസികൾ തന്നെ അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കലാകാരൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അഭിമാനിക്കാനുള്ള ഒരു ഇടവരട്ടെ. ചിലർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു, ചിലർ റെക്കമെൻഡേഷൻ കൊണ്ട് രക്ഷപ്പെടുന്നു, ചിലർ പൈസ വാരി എറിഞ്ഞിട്ട് രക്ഷപ്പെടുന്നു, ചിലർക്ക് അഗാധമായ കഴിവുണ്ടെങ്കിൽ പോലും അവരെന്ത് നമ്മൾ ഉദ്ദേശിച്ചത്ര രക്ഷപ്പെടാത്തതെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ ഒന്നല്ല രണ്ടല്ല 1000 പേർ ഒരുമിച്ച് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിനും തോന്നും പക്ഷെ ഇത്രയും കഴിവുള്ള ഒരാളെ ഞാൻ എന്തിനാ ഇങ്ങനെ ഇടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന്. അങ്ങനെ തോന്നിപ്പിക്കട്ടെ ഇന്നത്തെ കുടുംബവിശേഷം കാണുമ്പോൾ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ കുടുംബവിശേഷത്തോടെ പൂർണ്ണമാകുന്നു. അടുത്ത കുടുംബവിശേഷത്തിലൂടെ മറ്റു ചില ബന്ധുക്കളുമായി നമുക്ക് വീണ്ടും കാണാം. വളരെ സന്തോഷം. ഏഷ്യാനെറ്റ് എൻ്റെ കുടുംബത്തെ ഓർമ്മിച്ചതിൽ ഞാൻ അങ്ങേയറ്റം ഏഷ്യാനെറ്റിനോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി.